ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ടോസ് അക്കാഡമിയിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. സീറ്റഡ് മാത്തമാറ്റിക്സിൻ്റെ ഒരു 3 month സ്റ്റഡി പ്ലാൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് ടോസ് അക്കാഡമി നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. സീറ്റഡ് മാത്തമാറ്റിക്സ് പരീക്ഷയെ ഭയക്കുന്നവർക്കും എങ്ങനെ തുടങ്ങണം എന്ന് ആശയക്കുഴപ്പമുള്ളവർക്കുമായി ഒരു പൂർണ്ണമായ 3 മാസത്തെ സ്റ്റഡി പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഈ 90 ദിവസങ്ങളിൽ ഏത് ടോപ്പിക്ക് എപ്പോൾ പഠിക്കണം, എങ്ങനെ റിവിഷൻ ചെയ്യണം, ഡെയിലി പ്രാക്ടീസ് എങ്ങനെ നടത്തണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉപയോഗിക്കണം എന്നിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും നേരത്തെ തയ്യാറെടുത്ത് വീണ്ടും പരിശ്രമിക്കുന്നവരായാലും ഈ പ്ലാൻ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. കൺസിസ്റ്റൻസിയും സ്മാർട്ട് സ്റ്റഡിയും പ്രാക്ടീസും ഉണ്ടെങ്കിൽ സീറ്ററ്റ് എന്ന വിജയം നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് എങ്ങനെ ഡെയിലി എത്ര ടൈം പഠിക്കണം എന്നുള്ളൊരു കാര്യം ക്ലിയർ ചെയ്യണം. അതാണ് ആദ്യം തന്നെ വേണ്ടത്. ഇപ്പോൾ ഡെയിലി മിനിമം ഒരു 2.5 മുതൽ 4 മണിക്കൂർ വരെ മാത്സ് പഠിക്കാനായിട്ട് നിങ്ങൾ മാറ്റി വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ മാത്സിൻ്റെ കണ്ടൻറ്റ് പഠിക്കാനായിട്ട് ടോട്ടൽ ഒരു 2.5 മുതൽ 4 മണിക്കൂർ വരെ ഡെയിലി കണ്ടെത്തുക. അതിനകത്ത് മാത്സ് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു 1.5 to 2 മണിക്കൂർ കണ്ടെത്തണം. അതുപോലെ തന്നെ പെഡഗോഗി സെഷൻ കവർ ചെയ്യാനായിട്ട് 45 minutes. നമ്മൾ കണ്ടൻറ്റ് മാത്രം പഠിച്ചാൽ പോരാ. നമുക്കറിയാം ഒരു MCQ മോഡൽ എക്സാം ആണ് അല്ലേ നമ്മുടെ സീറ്ററ്റ് എക്സാം എന്ന് പറയുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അതല്ലേ അല്ലേ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. സോ ഇപ്പം നമ്മൾ പറഞ്ഞ ടൈമിൽ ഒരു 45 minute റിവിഷൻ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ടും മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ഈ ഒരു ഡെയിലി പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സീറ്ററ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ടോട്ടൽ നമ്മുടെ കയ്യിൽ 3 മാസം 90 ദിവസമാണുള്ളത്. അപ്പോൾ ആദ്യത്തെ മാസത്തിൽ തന്നെ നമ്മൾ ഫണ്ടമെൻ്റൽസ് എല്ലാം പക്കയാക്കി വയ്ക്കുക. ബിൽഡ് ഫണ്ടമെൻ്റൽസ്, അതാണ് ഫസ്റ്റ് മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ മെയിനായിട്ടും അതിനകത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെപ്റ്റ്സുകൾ, ബേസിക് കൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആക്കി വയ്ക്കുക. കംപ്ലീറ്റ് ഓൾ ബേസിക് കൺസെപ്റ്റ്സ് സ്ലോലി ആൻഡ് ക്ലിയർലി. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ മാസത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി ഓരോ വീക്കിലും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. വീക്ക് 1 നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ നമ്പേഴ്സ് ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സെഷനുണ്ട്. ആ സെഷൻ കവർ ചെയ്യുക. പേപ്പർ 1 പേപ്പർ 2 വരുന്നുണ്ട്. പേപ്പർ 1 ടോപ്പിക്സ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്പേഴ്സ്, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പാറ്റേൺസ്, മണി. അതുപോലെ തന്നെ പേപ്പർ 2 വരുന്ന നമ്പർ സിസ്റ്റം, നോയിങ് അവർ നമ്പേഴ്സ്, പ്ലേയിങ് വിത്ത് നമ്പേഴ്സ്, വോൾ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കവർ ചെയ്യേണ്ടത്. അപ്പോൾ വീക്ക് 1 വളരെ സിമ്പിളാണ് അല്ലേ. നമ്മുടെ നമ്പേഴ്സിനെ കുറിച്ചിട്ടുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിലെ എല്ലാ കൺസെപ്റ്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. നമ്പേഴ്സ് ആൻഡ് അതിൻ്റെ ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഡെയിലി ടാർജറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീക്കാണ്, 7 days നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനകത്ത് ഡേ 1 to 2 നമ്പർ സിസ്റ്റം മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഡേ 3 അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ട്രിക്സ്, ഡേ 4 മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, ഡേ 5 ഫാക്ടേഴ്സ്, മൾട്ടിപ്ലൈസ്, അതുപോലെ തന്നെ HCF, LCM അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ പഠിക്കുക. ഡേ 6 പാറ്റേൺസ് ആൻഡ് മണി. ഡേ 7 റിവിഷൻ പ്ലസ് 50 MCQs പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ മാത്സിനെ സംബന്ധിച്ചായതുകൊണ്ട് അഡീഷനും സബ്ട്രാക്ഷനും എന്ത് തന്നെ ആയിക്കോട്ടെ പല രീതിയിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് MCQs അവൈലബിൾ ആണോ അത്ര നമ്പേഴ്സിനെയും ഈ റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഓപ്പറേഷനെ റിലേറ്റ് ചെയ്തിട്ട് ഇഷ്ടംപോലെ MCQs നമുക്ക് ഗൂഗിളിൽ തന്നെ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു 50 MCQസും ഡേ 7 നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഡേ 1 to 6 വരെ പഠിച്ച കാര്യങ്ങൾ ഡേ 7 ഒന്നുകൂടി റിവൈസ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഷോർട്ട് കട്ട് മെത്തേഡുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്നൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, റിവൈസ് ചെയ്യുക. ഓരോ ദിവസം പഠിക്കുമ്പോഴും ഷോർട്ടായിട്ട് വരുന്ന ഷോർട്ട് ട്രിക്കുകളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ വീക്കെൻഡിൽ അതൊന്ന് റിവൈസ് ചെയ്യുക. അത് വളരെ ബെറ്റർ ആയിരിക്കും കേട്ടോ. അടുത്തത് വീക്ക് 2 കവർ ചെയ്യേണ്ട ഏരിയാസ് നമുക്ക് നോക്കാം. വീക്ക് 2 ഫ്രാക്ഷൻസ്, ഇൻറ്റിജേഴ്സ് ആൻഡ് റേഷ്യോ എന്ന് പറയുന്ന സെഷനാണ്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടും കവർ ചെയ്യേണ്ട ടോപ്പിക്ക് ഫ്രാക്ഷൻസ്, ഡെസിമൽ, നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് ഇൻറ്റിജേഴ്സ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റുകളാണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഈ ഓരോ ടോപ്പിക്കിനെയും ഇപ്പോൾ ഫ്രാക്ഷൻസിനെ ബേസ് ചെയ്തിട്ട് സിംപ്ലിഫിക്കേഷനെ പറ്റി ഇഷ്ടംപോലെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ, ഫ്രാക്ഷനിലേക്കുള്ള കൺവേർഷൻ, അതുപോലെ പേഴ്സൻറ്റേജിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ അറിയണം.
ഈ റേഷ്യോ ആൻഡ് പ്രപ്പോർഷനെ ബേസ് ചെയ്തിട്ടുള്ള വേർഡ് പ്രോബ്ലംസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഏരിയാസിൽ നിന്നും കവർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ മസ്റ്റായിട്ടും വേണ്ടത് ഡെയിലി പ്രാക്ടീസ് ആണ്. 1 to 7 ഡേയ്സിൽ ഡെയിലി പ്രാക്ടീസസ് ആണ് വേണ്ടത്. 30 MCQs ഡെയിലി വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഡെയിലി ഒരു 5 പെഡഗോഗി ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്തത് വീക്ക് 3യിലെ ഏരിയാസ് ആണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജോമെട്രിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കവർ ചെയ്യേണ്ടത്. ടോപ്പിക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേപ്പർ 1ഉം പേപ്പർ 2വിലും ഉള്ള ടോപ്പിക്സ് ഇവിടെ കവർ ചെയ്യേണ്ടത് കൊടുത്തിട്ടുണ്ട്. ജോമെട്രി, ഷേപ്സ് ആൻഡ് സ്പേഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്, സോളിഡ്സ് അറൗണ്ട് us, ഇത്രയാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. പേപ്പർ 2വിലോട്ട് വരുമ്പം ബേസിക് ജോമെട്രിക്കൽ ഐഡിയാസ്, 2D ആൻഡ് 3D, സിമ്മട്രി, കൺസ്ട്രക്ഷൻ, അത്രയും ടോപ്പിക്സ് ആണ്. പിന്നെ ഇവിടുത്തെ ഫോക്കസ് ഏരിയാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആംഗിൾസ്, ഷേപ്സിൻ്റെ പ്രോപ്പർട്ടീസ്, നമുക്ക് ഏരിയ, വോളിയം, അതുപോലെ തന്നെ സർക്കംഫറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് ഓരോ ഷേപ്സിനെ പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ഷേപ്പ് എടുക്കുക, ആ ഷേപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോർമുലാസൊക്കെ ഒരു ഷീറ്റിൽ എഴുതി വെക്കുക. നമുക്ക് മാറിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമുലാസ് എന്താണ്, ഇപ്പോൾ ഏരിയ കാണാനായിട്ട്, പെരിമീറ്റർ കാണാനായിട്ട്, വോളിയം കാണാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം കേട്ടോ. അതുപോലെ തന്നെ മിറർ ഇമേജ്, റിഫ്ലക്ഷൻ, സിമ്മട്രി, ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഇനി വീക്ക് 4ലേക്ക് വരുവാണെങ്കിൽ മെഷർമെൻറ്റും മെൻസ്ട്രേഷനും ആണ്. അപ്പോൾ അതിനകത്ത് വരുന്നത് മെഷർമെൻറ്റ്, പിന്നെ വെയിറ്റ്, ടൈം, വോളിയം, മെൻസ്ട്രേഷൻ, പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്, ഇത്രയാണ് വീക്ക് 4ൽ കവർ ചെയ്യേണ്ടത്. ഡീപ്പായിട്ട് പോകുന്നില്ല, കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് മന്ത് 2വിലേക്ക് വരുമ്പം അഡ്വാൻസ്ഡ് ടോപ്പിക്സ് പ്ലസ് പെഡഗോഗിയാണ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആദ്യത്തെ മാസത്തിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കവർ ചെയ്തത്. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പഠിത്തത്തിൻ്റെ ആ ഒരു ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ടാകും. സോ നമ്മൾ മന്ത് 2വിലേക്ക് വരുന്ന കേസിനകത്ത് അഡ്വാൻസ്ഡ് ടോപ്പിക്സും പെഡഗോഗിയും കവർ ചെയ്യണം. നമുക്ക് 31 മുതൽ 60 ദിവസം വരെയുള്ളൊരു പ്ലാനാണ് മന്ത് 2വിൽ വരുന്നത്. അപ്പോൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടത് പേപ്പർ 2 ടോപ്പിക്സ് പ്ലസ് അതുപോലെ തന്നെ ടീച്ചിങ് മെത്തേഡുകളാണ് കവർ ചെയ്യേണ്ടത്. വീക്ക് 5ൽ ഓൾജിബ്ര. ഓക്കെ, ഓൾജിബ്രയിലേക്ക് വരുമ്പം ഇൻട്രൊഡക്ഷൻ ടു ഓൾജിബ്ര, സിമ്പിൾ ഇക്വേഷൻസ്, വേരിയബിൾ, ലീനിയർ ഇക്വേഷൻസ്, മിസ്സിംഗ് വാല്യൂ ഇക്വേഷൻസ്, ക്വസ്റ്റ്യൻസ്, പിന്നെ വേർഡ് പ്രോബ്ലംസ്. അപ്പം ഇത്രയാണ് ഓൾജിബ്രയിലേക്ക് വരുന്നത്. വളരെ രസകരമാണ് അല്ലേ ഓൾജിബ്ര എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ഇക്വേഷൻസ് തരും, എക്സിൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വരും, ലീനിയർ ഇക്വേഷൻസ് വരും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീക്ക് 5 കൊണ്ട് കവർ ചെയ്യണം. ഇനി വീക്ക് 6ലേക്ക് വരുമ്പോൾ ഡാറ്റ ഹാൻഡ്ലിംഗ് ആണ്. ഡാറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടേബിളോ പൈ ചാർട്ടോ ബാർ ഡയഗ്രോ ഇതൊക്കെ തന്നിട്ട് പ്രോബ്ലംസ് ചോദിക്കുക, ആ ഒരു സംഭവമാണ് വരുന്നത്. അപ്പോൾ ഈ ഡാറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന സെഷൻ കവർ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് MCQs കൂടുതൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് കൂടുതൽ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് കൃത്യമായിട്ട് ഉത്തരങ്ങൾ എടുത്ത് എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിനകത്ത് വരുന്ന ടോപ്പിക്സ് ബാർ ഡയഗ്രംസ് വരുന്നുണ്ട്, പൈ ചാർട്ട്സ് വരുന്നുണ്ട്, ടേബിൾസ്, മീനൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അതിന് ഓരോന്നിനും ചെറിയ ചെറിയ ഫോർമുലാസ് ഉണ്ടാവും ഈ മീനൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ളതില്ലേ. അപ്പോൾ അതും പ്രോപ്പറായിട്ട് പഠിക്കുക. അതിന് ഇക്വേഷൻസ് പറഞ്ഞ പോലെ തന്നെ ഇക്വേഷൻസ് എല്ലാം ഒരു ഷീറ്റിൽ എഴുതി വെക്കുക, വീക്കെൻഡിൽ റിവൈസ് ചെയ്യുക. ഡെയിലി ഇക്വേഷൻസ് പഠിക്കുന്നത് എഴുതി വെക്കുക, വീക്കെൻഡിൽ റിവൈസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സുഖം ഈ ഏരിയ കവർ ചെയ്യാനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഒരു 2-3 ദിവസം ഇതിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യമായി. ഒരു ഫുൾ വീക്കിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഹാൻഡ്ലിങ് പഠിക്കാനായിട്ട് ആവശ്യമില്ല കേട്ടോ. ഇനി വീക്ക് 7ലേക്ക് വരുവാണെങ്കിൽ പെഡഗോഗി ഇൻറ്റൻസീവ് ആണ്. അപ്പോൾ അതിനകത്ത് ടോപ്പിക്സ് കവർ ചെയ്യേണ്ടത് എന്താണ്, നേച്ചർ ഓഫ് മാത്തമാറ്റിക്സ്, ലോജിക്കൽ തിങ്കിങ്, ലാംഗ്വേജ് ഓഫ് മാത്തമാറ്റിക്സ്, കമ്മ്യൂണിറ്റി മാത്തമാറ്റിക്സ്, ഇവാലുവേഷൻ, എറർ അനാലിസിസ്, റെമഡിയൽ ടീച്ചിങ്, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇത്രയാണ് ടോപ്പിക്സ്. അപ്പോൾ ഇതൊക്കെ കവർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് NCERT പെഡഗോഗി കൺസെപ്റ്റുകളൊക്കെ വായിക്കുന്നതായിരിക്കും. പിന്നെ പെഡഗോഗി സെഷൻ ഈ വീക്ക് 7ൽ പെഡഗോഗിയാണ് നമ്മൾ കൂടുതലും ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ ഡെയിലി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി ഒരു
40 ക്വസ്റ്റ്യൻസ് സോൾവ് 40 പെഡഗോഗി MCQs ഡെയിലി. ഓക്കെ, ഇനി ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചൈൽഡ് മിസ്റ്റേക്സ്, ടീച്ചിങ് മെത്തേഡ്സ്, ഇൻക്ലൂസീവ് ക്ലാസ് റൂം, ഇതൊക്കെയാണ് മെയിനായിട്ടും കവർ ചെയ്യേണ്ട ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് കേട്ടോ. വീക്ക് 8ലേക്ക് വരുമ്പം നമുക്കിനി വേണ്ടത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓരോ വീക്കിലും ഓരോ കൺസെപ്റ്റുകളാണ് പഠിച്ചത്. ആ കൺസെപ്റ്റുകൾ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ കവർ ചെയ്തത് അല്ലേ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം, മിക്സഡ് ആയിട്ടുള്ള നമ്മൾ പഠിച്ച എല്ലാ ടോപ്പിക്സിനെയും ബേസ് ചെയ്തിട്ട് മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് MCQs പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി ചെയ്യേണ്ട കാര്യമാണ്. പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ എന്ത് വേണം, ടൈം മാനേജ്മെൻറ്റും കൂടി നമ്മൾ നോക്കണം അല്ലേ. അപ്പോൾ ഒരു പ്രോപ്പർ ടൈം വെച്ചിട്ട് ഇത്ര സമയം, നമ്മുടെ എക്സാം അങ്ങനെയാണല്ലോ, ഇത്ര മണിക്കൂർ കൊണ്ട് ഇത്ര ടൈം, ഇത്ര മണിക്കൂർ കൊണ്ട് ഇത്ര ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എക്സാം. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യണം എന്തിനാണ്, നമ്മുടെ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട്. സോ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ഡിഫിക്കൽട്ടായിരിക്കും, ഒരു മണിക്കൂറിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ആയിരിക്കും ചെയ്യാൻ പറ്റുക. നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്ന വഴി നമ്മളിപ്പോൾ ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഒരു മണിക്കൂർ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അടുത്ത ഒരു ദിവസം വരുമ്പോഴത്തേനും നമ്മൾ പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് കൺസെപ്റ്റുകൾ നമ്മുടെ തലയ്ക്കുള്ളിലോട്ട് കയറും അല്ലേ. അപ്പോൾ അടുത്ത ദിവസം ഈ സെയിം പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം ആലോചിക്കുന്ന അത്രയും ടൈം എടുക്കില്ല പിന്നീടുള്ള ദിവസത്തിലോട്ട് വരുമ്പോൾ. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് വരും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ MCQ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ വിത്ത് ഒരു ടൈം ലിമിറ്റോട് കൂടി തന്നെ MCQs പ്രാക്ടീസ് ചെയ്യാം. ആ പ്രാക്ടീസിൻ്റെ കൂടെ തന്നെ എന്ത് വേണം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഡൗട്ട് വെച്ചിട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുക. കിട്ടിയില്ലെങ്കിൽ പോട്ടെ, നമുക്ക് എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വന്നതെന്ന് ആ പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം എടുത്തു നോക്കണം കേട്ടോ, എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ദിവസം ആ ഒരു പ്രോബ്ലംസ് വന്നു കഴിയുമ്പോൾ ആ മിസ്റ്റേക്ക് വരാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ. നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മിസ്റ്റേക്ക് എവിടെയാണ് എനിക്ക് പറ്റിയത് അത് തിരുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ സ്പീഡും കൂടും. അപ്പോൾ ഈ MCQs പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്, ഇപ്പോൾ നിങ്ങൾ എത്രത്തോളം കണ്ടന്റ് പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, MCQs പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാം, നമ്മുടെ തിങ്കിങ് സ്കില്ല് കൂട്ടാനായിട്ട് സാധിക്കും ഈ സംഭവങ്ങളൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീക്ക് 8 ചെയ്യേണ്ടത്. ഇനി 2 മാസം കഴിഞ്ഞു, ഇനി 3-ാമത്തെ മാസത്തിലേക്ക് കിടക്കുകയാണ്. 3-ാമത്തെ മാസത്തിലേക്ക് വരുമ്പം നമുക്ക് കവർ ചെയ്യേണ്ടത് ഫുൾ റിവിഷനാണ്. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ. നേരത്തെ ഞാൻ പറഞ്ഞു കണ്ടന്റ് മാത്രം പഠിച്ചാൽ പോരാ, എന്ത് വേണം, MCQസും കൂടി പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഇപ്പോൾ പറയുകയാണ് MCQ മാത്രമേ ചെയ്താൽ പോരാ, ഒരു പക്കാ റിവിഷനും കൂടി വേണം. ആദ്യ മാസം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യണം. 2-ാമത്തെ മാസത്തിൽ നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചും കൂടി എന്താ, ഒരു തവണ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് എല്ലാവരുടെയും മെമ്മറി പവറൊക്കെ ഡിഫറെൻ്റ് ആണ് അല്ലേ. ചിലർക്ക് ഒരു തവണ ഒരു സാധനം വായിച്ചാൽ മതി മെമ്മറിയിൽ ഇരിക്കാനായിട്ട്, ചിലർക്ക് 2 തവണ വേണം, ചിലർക്ക് 3 തവണ വേണം, ചിലർക്ക് 4 തവണ വേണം. അപ്പോൾ നമുക്ക് റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, എത്രത്തോളം റിവൈസ് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ 3-ാമത്തെ മാസം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ ഫുൾ റിവിഷനാണ്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റിന് വേണ്ടി മാറ്റി വെക്കേണ്ട പീരീഡാണത്, ഒരു 30 ഡേയ്സ്. ഓക്കെ, എക്സ്ട്രാ പഠിക്കണമെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ഒരു 61-ാമത്തെ ദിവസം മുതൽ 75-ാമത്തെ ദിവസം വരെ എന്താണ്, റാപ്പിഡ് റിവിഷൻ ആണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഡെയിലി വൈസ് റൊട്ടേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡേ 1 ഡേയ്സും കൊടുത്തിട്ടുണ്ട്, ടോപ്പിക്കും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൺഡേ ടു സാറ്റർഡേ വരെ നമുക്ക് മൺഡേ നമ്മൾ നമ്പർ സിസ്റ്റം പ്ലസ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് റിവിഷൻ നടത്തുക. ട്യൂസ്ഡേ ജോമെട്രി പ്ലസ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കവർ ചെയ്യുക. പിന്നെ വെനസ്ഡേ ഓൾജിബ്ര പ്ലസ് റേഷ്യോ കവർ ചെയ്യണം, റിവിഷൻ നടത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത്. തേഴ്സ്ഡേ ഡാറ്റ ഹാൻഡ്ലിംഗ് പ്ലസ് പാറ്റേൺസ്, ഫ്രൈഡേ പെഡഗോഗി, സാറ്റർഡേ ഒരു ഫുൾ മോക്ക് ടെസ്റ്റ്, സൺഡേ വീക്ക് ടോപ്പിക് റിവിഷൻ. ഓക്കെ, ഓരോ വീക്കിലെയും ടോപ്പിക്സുകൾ റിവൈസ് ചെയ്യുക, വേറെ ഒന്നുമില്ല. സൺഡേ ഇപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല, ഒരു 6 ഡേയ്സ് ആയാലും മതി കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് പോവുക. ഇനി phase 2 നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 76
to 90 ഡേയ്സ് വരെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മോക്ക് ടെസ്റ്റ് മാരത്തോൺ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മോക്ക് ടെസ്റ്റുകൾക്ക് പ്രാധാന്യം നൽകുക കേട്ടോ. മോക്ക് ടെസ്റ്റുകൾ ലാസ്റ്റ് സംഭവത്തിലേക്ക് വരുമ്പോൾ റിവിഷൻ പ്ലസ് മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പേപ്പർ 1 പേപ്പർ 2 ടോപ്പിക്കുകൾ ഓൾട്ടർനേറ്റീവായിട്ട് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 MCQs വർക്കൗട്ട് ചെയ്ത് നോക്കുക. മോക്ക് ടെസ്റ്റുകൾ ഇപ്പോൾ ഗൂഗിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി എന്തായാലും ഒരു മോക്ക് ടെസ്റ്റ് മാക്സിമം അല്ല മിനിമം ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും. മോക്ക് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫുൾ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് എറർ നോട്ട്ബുക്ക് റിവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് മന്ത് മുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ മിസ്റ്റേക്സ് വരാം. അപ്പോൾ ആ ഏരിയാസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ലാസ്റ്റ് മാസത്തിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടായ മിസ്റ്റേക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളുടെ എണ്ണം കുറയ്ക്കാനായിട്ട്, അത് റിവൈസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രോപ്പറായിട്ട് എന്ത് വേണം, ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഫണ്ടമെൻ്റൽസ് ബിൽഡ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഫണ്ടമെൻ്റൽസ് കഴിഞ്ഞതിന് ശേഷം അഡ്വാൻസ്ഡ് ലെവലിലേക്ക് വരിക, ദെൻ റിവിഷൻ ലെവൽ, ദെൻ മോക്ക് ടെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു പക്കയായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് CTET ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ബെസ്റ്റ് റിസോഴ്സസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പേപ്പർ 1-നും പേപ്പർ 2-നും ഏറ്റവും നല്ലത് NCERT ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുക എന്നുള്ളതാണ്. പേപ്പർ 1-ന് ക്ലാസ് 1 to 5 വരെയുള്ള മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുക. പേപ്പർ 2-ന് ക്ലാസ് 6 to 8-ൻ്റെ മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്.